യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷന് കടുത്ത വിമർശനം. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ റിപ്പോർട്ട് എവിടെയെന്ന് അന്വേഷണ സംഘത്തോട് കോടതിയുടെ ചോദ്യം. വാർത്ത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കോടതിക്ക് വേണ്ടത് വസ്തുതാപരമായ റിപ്പോർട്ടെന്നും വിമർശനം. ഫൈസൽ അസീസ് വിശദാംശങ്ങളുമായി. ഫൈസൽ, ഗവൺമെന്റിനും പ്രോസിക്യൂഷനും തുടക്കത്തിൽ തന്നെ ലഭിക്കുന്ന ഒരു തിരിച്ചടിയായിട്ട് ഇതിനെ കാണണം. വാർത്ത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, തെളിവുകൾ എവിടെയെന്ന് കോടതി ചോദിക്കുന്നു. എന്താണ് കോടതിക്കകത്ത് സംഭവിച്ചത് ഇന്ന്? കോടതിക്കകത്ത് സംഭവിച്ചിരിക്കുന്നത് അതായത് പ്രോസിക്യൂഷന് വളരെ രൂക്ഷമായ വിമർശനമാണ്. അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും അതിരൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. ജഡ്ജി ഹനി എം വർഗീസാണ് ഈ കേസ് പരിഗണിച്ചത്. പ്രോസിക്യൂഷന് കടുത്ത വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. റിപ്പോർട്ട് നൽകാതെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ നിലവിൽ നൽകിയ കോടതി സമർപ്പിച്ച റിപ്പോർട്ട് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. ഇതിൽ ജാമ്യം ലഭിക്കാത്ത കുറ്റം ചുമത്തിയ കുറ്റം നൽകി അടങ്ങിയ റിപ്പോർട്ട് എവിടെയെന്നാണ് കോടതി ചോദിച്ചത്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ DGPയുമായുള്ള മീറ്റിംഗ് പോയിരിക്കുന്നു എന്നാണ് ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ ശരിയാകുമെന്ന് കോടതി ചോദിച്ചു. കാരണം കേസ് ഇന്ന് പരിഗണിക്കുമെന്നുള്ളത് കുറച്ച് ദിവസം മുൻപേ പറഞ്ഞതാണ്. അപ്പോൾ എന്ത് വാദമാണ് നിലനിൽക്കുന്നത് എന്ന് കോടതി ചോദിച്ചു. അതെങ്ങനെ നിലനിൽക്കുമെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. വാർത്ത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കോടതിക്ക് വേണ്ടത് വസ്തുതാപരമായ റിപ്പോർട്ടാണ്. ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് മുമ്പായി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധ്യതയുണ്ടോ ഫൈസൽ? എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് കരുതുന്നത്. എന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്ന് തന്നെ കേസ് വീണ്ടും പരിഗണിക്കും. ഇപ്പോൾ കോടതി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഓൾറെഡി ആ റിപ്പോർട്ട് തയ്യാറായതല്ലേ ഫൈസൽ? എന്തുകൊണ്ടാണ് കോടതിയിൽ സമർപ്പിക്കാൻ വൈകിയത്? എന്താണ് സംഭവിച്ചത് എന്നുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് വ്യക്തമായി ലഭ്യമായിട്ടില്ല. ഏതായാലും ഇപ്പോൾ നൽകിയിരിക്കുന്ന കുറ്റങ്ങൾ, അതായത് SIT അന്വേഷിച്ച കുറ്റം ആ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ നൽകിയിരിക്കുന്ന കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. SIT അന്വേഷിച്ച കുറ്റങ്ങളിലാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത് എന്നാണ് നമുക്ക് വ്യക്തമാക്കുന്ന വിവരം ലഭിക്കുന്നത്. ഏതായാലും ആ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കാതിരിക്കുന്നത്. ഏതായാലും ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം എന്തായാലും ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കും അല്ലേ? തീർച്ചയായും ഉച്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് തന്നെയാണ് ജഡ്ജി ഹനി എം വർഗീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അറിയിച്ചിരിക്കുന്നത്. യെസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ ഇന്നിപ്പോൾ ഗൺമാൻമാർ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 5 പേർ അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ മുഖം ഉയർത്തിയ ഘട്ടത്തിലാണ് നിങ്ങളുടെ റിപ്പോർട്ട് എവിടെ? SIT അന്വേഷിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല, വാർത്ത ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമായില്ല, അന്വേഷണ റിപ്പോർട്ട് എവിടെ എന്ന് വെച്ചാൽ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തി എന്ന് നിങ്ങൾ പറയുന്ന റിപ്പോർട്ട് എവിടെ എന്നതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ ഇതുവരെ കോടതിക്ക് മുമ്പിൽ SIT ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും പരിഗണിക്കുന്നതിന് മുമ്പായി SIT ആ റിപ്പോർട്ട് കോടതിയിൽ വെക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. ഫൈസൽ അസീസാണ് വിശദാംശങ്ങൾ നൽകിയത്.